Hi all, welcome to another video of Dot in Digital Academy. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഏരിയ ദാറ്റ് ഇസ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മേ ബി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? SEO. എന്താണ് ആക്ച്വലി ഈ ഒരു SEO എന്നതിൻ്റെ ഒരു കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് SEOന്റെ ഡെഫിനിഷൻ വെച്ച് തുടങ്ങാം. Definition wise, SEO is the process of improving quality and quantity of traffic to our website. So first, എന്താണ് ഈ ഒരു ട്രാഫിക് എന്നുള്ളത് നമുക്ക് അറിയണം. ട്രാഫിക് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സിംപ്ലി നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വിസിറ്റേഴ്സിനെയാണ് ട്രാഫിക് എന്ന് പറയുന്നത്. സോ SEO എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുന്ന ട്രാഫിക്കിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പ്രോസസ്സസ് ആണ്. ഇനി എപ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വരുന്ന യൂസേഴ്സ് അത് സെർപ്പ് ത്രൂ ആണ് വരുന്നതെന്ന് വിചാരിക്കാം. സെർപ്പ് എന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ റിസൾട്ട്സ് പേജ്. നമ്മൾ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ റിസൾട്ട് ചെയ്യുന്ന ആ പേജിനെയാണ് SERP അഥവാ സെർപ്പ് എന്ന് പറയുന്നത്. സോ സെർപ്പില് എപ്പോഴാണ് നമുക്ക് ക്വാണ്ടിറ്റി ഓഫ് ട്രാഫിക് കിട്ടുക? ഓഫ് കോഴ്സ് ഫസ്റ്റ് റിസൾട്ട്സിനാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് കിട്ടുന്നുണ്ടായിരിക്കാം. വിച്ച് മീൻസ് നമ്മുടെ റിസൾട്ട് ടോപ്പിലോട്ട് എത്താനുള്ള ഒരു ആക്ടിവിറ്റിയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചുമ്മാ ഏതെങ്കിലുമൊക്കെ യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നാൽ മതിയോ? വി ഹാവ് ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദ ട്രാഫിക്. എപ്പോഴാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന യൂസേഴ്സിന്റെ ക്വാളിറ്റി കൂടുക? ഓഫ് കോഴ്സ് റെലവൻറ്റ് ഓഡിയൻസ് ആവുമ്പോൾ. ദാറ്റ്സ് ഇറ്റ്. സോ റെലവൻറ്റ് ഓഡിയൻസിന്റെ മുന്നിൽ നമ്മുടെ റിസൾട്ടിനെ ടോപ്പ് പേജസിലോട്ട് എത്തിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. വേൾഡ് വൈഡ് ഡിഫറെൻറ്റ് സെർച്ച് എഞ്ചിൻസ് അവൈലബിൾ ആണ് എങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെർച്ച് എഞ്ചിനാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. വൈ വി ആർ സോ ഡിപ്പെൻഡിങ് ഓൺ ഗൂഗിൾ? ബിക്കോസ് ഗൂഗിളിൽ നിന്നുള്ള റിസൾട്ട്സ് നമുക്ക് വളരെ റെലവൻ്റ് ആണെന്നും ക്വാളിറ്റി ഉള്ളതാണെന്നും നമുക്കൊരു വിശ്വാസമുണ്ട്. സോ ആ വിശ്വാസം കീപ്പപ്പ് ചെയ്യാൻ ഗൂഗിൾ വളരെയധികം ട്രൈ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ചുമ്മാ നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലുമൊക്കെ കുറേ കാര്യങ്ങൾ ആഡ് ചെയ്തു എന്ന് വിചാരിച്ച് ഒരിക്കലും നമ്മുടെ റെലവൻറ്റ് ഓഡിയൻസിന് മുന്നിൽ നമ്മൾ ടോപ്പിൽ എത്തി നിൽക്കണമെന്നില്ല. സോ അത് അതിൻ്റെതായ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെന്ന് വിചാരിക്കാം. അപ്പോൾ അമ്മമാര് പലഹാരമൊക്കെ കൊണ്ടുവച്ച് കൊടുക്കും എല്ലാവർക്കും. പക്ഷെ അതിനൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഗസ്റ്റ് വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പലഹാരങ്ങളൊക്കെ സെറ്റാക്കി വെക്കുക? ഒന്നുമില്ല, വളരെ കുഞ്ഞു ട്രിക്കാണ്. ഇപ്പോൾ അതൊരു കേക്കാണ് വിചാരിക്കേ. ആ കേക്ക് പൊട്ടിപ്പൊളിഞ്ഞതാണോ ഏറ്റവും മുകളിൽ കൊണ്ടുവച്ച് കൊടുക്കുക? ഓഫ് കോഴ്സ് നോട്ട്. ഏറ്റവും നല്ല ഷേപ്പിലുള്ള ഭംഗിയുള്ള സംഭവങ്ങൾ ഏറ്റവും ടോപ്പിലായി വെച്ച് അതിൻ്റെ താഴെ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി പൊട്ടിയതും പൊളിഞ്ഞതൊക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കും അല്ലേ? അതേപോലെ തന്നെയാണ് ഗൂഗിളും. ഗൂഗിൾ ഈസ് ഹാവിങ് എ വെരി ഹ്യൂജ് ലൈബ്രറി. ഏതൊരു കാര്യത്തിനും ഗൂഗിളിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ ഇൻഫർമേഷൻസ് ഉണ്ട്. പക്ഷേ അതിനെല്ലാത്തിനും ഒരേ ക്വാളിറ്റിയും ഒരേ സ്റ്റാൻഡേർഡും അല്ല. അപ്പോൾ ഗൂഗിൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ക്വറി, അതായത് ഒരു യൂസർ സെർച്ച് ചെയ്യുന്ന ടേംസിനെയാണ് നമ്മൾ ക്വറി എന്ന് പറയുന്നത്. ഒരു ക്വറി ഗൂഗിളിൽ നടത്തുമ്പോൾ അതിന് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഏതാണോ അതാണ് ടോപ്പിൽ എത്തിക്കുക. ദെൻ അതിനേക്കാളും റെലവൻസി കുറയുന്നതിനനുസരിച്ച് താഴെയായിരിക്കും നിങ്ങളുടെ റിസൾട്ട്സ് വരുന്നുണ്ടായിരിക്കുക. നിങ്ങളുടെ റിസൾട്ട് എത്രത്തോളം റെലവൻ്റ് ആണ് എങ്കിലും ദർ ആർ സം അതർ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് യുവർ റാങ്കിങ്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ ട്രസ്റ്റ് എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ക്രെഡിബിലിറ്റി നിങ്ങളുടെ വെബ്സൈറ്റിനുണ്ട്, എത്രത്തോളം അതോറിറ്റി ഉള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ കണ്ടന്റിലുള്ളത്. ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സും കൂടി അതിൽ വരുന്നുണ്ട്. സോ ഈ രണ്ട് ഏരിയാസിലും നമ്മൾ സൂപ്പർ ആയാൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റ് ടോപ്പ് പേജസിലോട്ട് എത്തുള്ളൂ. സോ ഇതിന് നമുക്ക് പല രീതിയിലുള്ള SEO ആക്ടിവിറ്റീസ് ചെയ്യേണ്ടി വരും. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ 3 types ഓഫ് SEO. SEO എന്ന് പറഞ്ഞാൽ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോള് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് ഹയർ ആക്കി ക്വാളിറ്റി ഉള്ള ട്രാഫിക്കിൻ്റെ മുന്നിൽ നമ്മുടെ വെബ്സൈറ്റ് എത്തിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി യു ക്യാൻ ചൂസ് ഓൺ പേജ് SEO, ഓഫ് പേജ് SEO ആൻഡ് ടെക്നിക്കൽ SEO. ഓൺ പേജ് SEO എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റിനകത്ത് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ്. മെയിൻലി കണ്ടന്റ് സൈഡിലാണ് ഈ ഒരു ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ദർബൈ ഇംപ്രൂവിംഗ് ദ റാങ്കിങ് ഓഫ് യുവർ വെബ്സൈറ്റ്. ഓഫ് പേജ് SEO എന്ന് പറഞ്ഞാൽ ആസ് ദ നെയിം ഇംപ്ലൈസ് ഔട്ട്സൈഡ് ദ വെബ്സൈറ്റ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആണ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഓഫ് യുവർ SEO റാങ്കിങ്. ടെക്നിക്കൽ SEO
ഇപ്പോൾ ഒരു വെബ്സൈറ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. അതിൽ ഹൈ ക്വാളിറ്റി കണ്ടന്റ് ആണ്, അത്യാവശ്യം നല്ല ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുമാണ്. നിങ്ങൾ ആ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുന്നു, ലോഡിങ്. നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമോ ആ ഒരു റിസൾട്ട് ഓപ്പൺ ആയി വരട്ടെ, അതോ നിങ്ങൾ ആ റിസൾട്ട് നോക്കി പോവാം? ദർ കംസ് ദ ഇമ്പോർട്ടൻറ്റ് ഓഫ് ടെക്നിക്കൽ SEO. നമ്മുടെ വെബ്സൈറ്റ് പെർഫോമിംഗ് ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ടെക്നിക്കൽ SEOയിൽ വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റിന്റെ പെർഫോമൻസ്, ലോഡിംഗ്, യൂസർ എക്സ്പീരിയൻസ് ഇതെല്ലാം സെറ്റാക്കി വെക്കുന്നതാണ് ടെക്നിക്കൽ SEOയിൽ. ബട്ട് അതിൽ മെജോറിറ്റി ഓഫ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഡെവലപ്പറിന്റെ ഹെൽപ്പ് കൂടെ വേണ്ടി വരും. സോ ബേസിക്കലി നിങ്ങളുടെ റാങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി യു മസ്റ്റ് നീഡ് ദീസ് 3 types ഓഫ് SEO ടു ബി ഗുഡ്. നമ്മളിപ്പോൾ 3 types ഓഫ് SEO പറഞ്ഞു അല്ലെ. ഈ SEOയിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഓൺ പേജിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഓഫ് പേജിൽ ഡിഫറെന്റ് ആക്ടിവിറ്റീസിൽ ചെയ്യുന്നുണ്ടായിരിക്കും, ടെക്നിക്കലിയും ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് 3 വഴിയിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ദാറ്റ് ആർ 3 categories ഓഫ് SEO: ബ്ലാക്ക് ഹാറ്റ് SEO, വൈറ്റ് ഹാറ്റ് SEO ആൻഡ് ഗ്രേ ഹാറ്റ് SEO. ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഗൈഡ് ലൈനെതിരെ അല്ല എങ്കിൽ അൺഎത്തിക്കൽ വേയിൽ റാങ്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസിനെയാണ് ബ്ലാക്ക് ഹാറ്റ് SEO എന്ന് പറയുന്നത്. വൈറ്റ് ഹാറ്റ് SEO, ഓഫ് കോഴ്സ് ആസ് ദ നെയിം ഇംപ്ലൈസ്, ഇത് എത്തിക്കൽ വേയിൽ നമ്മൾ ചെയ്യുന്ന SEO ആക്ടിവിറ്റീസ് ആണ്. ഗ്രേ ഹാറ്റ് SEO ഇസ് ലൈക്ക് എ മിഡിൽ മാൻ. എ കൈൻഡ് ഓഫ് വൈറ്റ് ഹാറ്റ് SEO പ്രാക്ടീസസും ആൾ ചെയ്യുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഇടയിലൂടെ കുറച്ച് ബ്ലാക്ക് ഹാറ്റ് SEO ആക്ടിവിറ്റീസും ചെയ്യുന്നുണ്ടായിരിക്കും. സോ മേക്ക് ഷുവർ ദാറ്റ് യു കംസ് അണ്ടർ വൈറ്റ് ഹാറ്റ് SEO സ്പെഷ്യലിസ്റ്റ്. SEO എന്ന് പറയുന്നത് വളരെ വൈഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരിക്കലും അതൊരു കുഞ്ഞു വീഡിയോയിൽ നമുക്ക് ഒതുക്കാൻ വേണ്ടി പറ്റില്ല. സോ വി വിൽ ബി കമ്മിങ് വിത്ത് മോർ സച്ച് വീഡിയോസ്. സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.